അപ്പത്തിനും പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നല്ല ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരല്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ചുമന്നുള്ളിയാണ്. അത് കുറച്ചധികം തന്നെ വേണം. അതിനെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ആയാലും മതി, പക്ഷേ ചുമന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അതിനെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഒരുപാട് മൂക്കൊന്നും വേണ്ട, ഒന്ന് ഗോൾഡൻ കളറായാൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങയുടെ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കറിക്ക് വേണ്ടത്ര അളവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നന്നായി തിളയ്ക്കുന്നവരെ ഒന്ന് അടച്ചു വെക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ച് മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയുടെ 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല കുറുകിയ പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. ഒരുപാട് ഒഴിച്ചാൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റായിരിക്കും മുന്നിലുണ്ടാവുക. ഇനി ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. മുട്ട പൊടിഞ്ഞു പോവരുത്. ഇളക്കിയെടുത്തതിന് ശേഷം തിളയ്ക്കേണ്ട. ഇനി അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും മല്ലിയില പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് തീ ഓഫാക്കി നല്ല ചൂടോടെ തന്നെ കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.